ശ്രീ സന്ദീപ് വാര്യർ, താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ. എന്ത് തന്നെയായാലും വളരെയധികം ദുഃഖകരമായൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ സിദ്ധാർത്ഥിൻ്റെ മരണത്തെ അങ്ങനെ തന്നെയാണ് കേരളം നോക്കിക്കാണുന്നത്. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ഘട്ടത്തിൽ ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ CPM-ൻ്റെ ഭാഗത്തു നിന്നും SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മരിച്ചുപോയ സിദ്ധാർത്ഥിനെതിരെ ഒരു വ്യാജ പരാതി കൂടി SFI നൽകിയിരിക്കുന്നു എന്നുകൂടി പറയുമ്പോൾ എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തികച്ചും ഒരു അട്ടിമറി ശ്രമമല്ലേ ഇവിടെ നടക്കുന്നത്. നോക്കൂ, ഞാൻ ഇന്ന് വയനാട് പൂക്കോട് കോളേജിൽ പോവുകയും ABVPയുടെ സമരപ്പന്തലിൽ സന്ദർശനം ഒപ്പം BJP വയനാട് ജില്ലാ ഘടകം അവിടേക്ക് നടത്തിയിട്ടുള്ള പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്ത ശേഷമാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. വയനാട്ടിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത്, ഈ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള കടുത്ത ആക്രമണമാണ്, കടുത്ത ശാരീരിക ആക്രമണമാണ് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു സംഭവമാണ്. ഇത്രത്തോളം ഒരു വിദ്യാർത്ഥിയെ നരനായാട്ട് നടത്തി കൊല ചെയ്തതിനു ശേഷം ആ കൊലപാതകം ഒളിപ്പിക്കുന്നതിന് വേണ്ടി പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി CPM-ന്റെ സമുന്നത നേതൃത്വം തന്നെ നേരിട്ട് ഇടപെട്ടു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഗംഗാരൻ നേരിട്ടാണ് ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം അവിടുത്തെ ഡീൻ നാരായണൻ, ഈ ഡീൻ നാരായണനും അതുപോലെ തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഗംഗാരനും ഈ കേസ് തകർക്കാനും ഈ കേസ് ഇല്ലാതാക്കാനും വേണ്ടി നടത്തിയിട്ടുള്ള പോലീസുമായി ചേർന്ന് നടത്തിയിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് വയനാട്ടിലെ വിദ്യാർത്ഥികൾ തുറന്നു പറയും. അവിടുത്തെ വിദ്യാർത്ഥികൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അവിടുത്തെ മറ്റൊരു വാർഡനായിട്ടുള്ള ഒരു ലേഡി വാർഡനെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ കേസ് അട്ടിമറിക്കേണ്ടത് എങ്ങനെയെന്ന് സംബന്ധിച്ച് ഗൂഢാലോചന നടന്നത്. അതുപോലെ തന്നെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഷിൻഡോ എന്ന് പറയുന്ന ഒരു പ്രതി കോളേജിൽ ചെന്ന മുഴുവൻ വിദ്യാർത്ഥിയുടെയും ദൃക്സാക്ഷികളായിട്ടുള്ള വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് പരാതി പറഞ്ഞാൽ, ഇത് സംബന്ധിച്ച് സാക്ഷി പറഞ്ഞാൽ ജീവനോടെ വെച്ചേക്കില്ല, കൊല ചെയ്ത് കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തി അത് ഒളിപ്പിക്കാനും പ്രതികളെ രക്ഷപ്പെടുത്താനും വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങളും CPM ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് CPM-ഉം സംസ്ഥാന സർക്കാരും ചേർന്ന് നടത്തിയ കൊലപാതകമാണ്. SFIയുടെ സമുന്നത നേതാക്കന്മാർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട്. വാലന്റൈൻസ് ഡേക്ക് ഒരു പെൺകുട്ടിയുമായി നടത്തിയിട്ടുള്ള എന്തോ ഒരു അഭ്യർത്ഥനയോ മറ്റോ എന്തോ സംഭവം നടത്തി എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥിനെതിരെ 3 ദിവസം തുടർച്ചയായി മനുഷ്യത്വരഹിതമായിട്ടുള്ള ആക്രമണം നടന്നത്. ഇവർ വാലന്റൈൻസ് ഡേക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രണയദിനം ആഘോഷിക്കുന്നവരാണ്, ക്യാമ്പസിൽ ആഘോഷിക്കുന്നവരാണ്, ഇവര് ചുംബന സമരത്തിന്റെ പ്രയോക്താക്കളാണ്. പക്ഷേ അതേ സമയത്ത് ഇവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത വെറ്റിനറി കോളേജ് ക്യാമ്പസിനകത്ത് വാലന്റൈൻസ് ഡേക്ക് പോലും പ്രണയിനികളായിട്ടുള്ള ആളുകൾക്ക് പരസ്പരം തുറന്നു പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അങ്ങനെ തുറന്നു പറഞ്ഞാൽ ആ യുവാവിനെ പൂർണ്ണ നഗ്നനാക്കി 3 ദിവസത്തോളം പച്ചവെള്ളം കൊടുക്കാതെ, ഭക്ഷണത്തിന്റെ ഒരു വറ്റു പോലും കൊടുക്കാതെയാണ് പീഡനം നടന്നിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു അദ്ദേഹത്തിന്റെ ആമാശയത്തിൽ ഒരു തൈ വറ്റുപോലുമില്ല, 3 ദിവസമായിട്ട് ജലപാനം നടത്തിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ഒരു കുട്ടിയെ തല്ലിക്കൊല്ലാമോ? ഇങ്ങനെയൊക്കെ പീഡിപ്പിച്ചു കൊല്ലാമോ? ഇതാണ് വയനാട്ടിൽ നടന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യണം, അറിയണം. ഈ വയനാട്ടിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഗംഗാരൻ എന്ന് പറയുന്ന ആ വ്യക്തി വാസ്തവത്തിൽ ബംഗാളിലെ സന്ദേശ് ഖാലിലെ ഷാജഹാന് തുല്യമാണ്. ബംഗാളിലെ ഷാജഹാൻ എന്താണോ, സന്ദേശ് ഖാലിലെ ഷാജഹാൻ എന്താണോ, അതാണ് വയനാട്ടിലെ ഗംഗാരൻ. ഈ കൊലപാതക കേസിൽ ഗംഗാരനും ഒപ്പം ഡീൻ നാരായണനും ഇപ്പോഴുള്ള പ്രതികളെ പോലെ തന്നെ പ്രതി ചേർക്കപ്പെടേണ്ടവരാണ്. അവരെ അറസ്റ്റ് ചെയ്യണം. CPM ജില്ലാ നേതൃത്വം, CPM സംസ്ഥാനത്തിന്റെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം അട്ടിമറിക്കാൻ ശ്രമം നടന്നത്. 18-ാം തീയതി സിദ്ധാർത്ഥ് മരിച്ചിട്ടും കോളേജ് അധികൃതർ അനങ്ങുന്നത് 6 ദിവസത്തിന് ശേഷം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കോളേജിൽ ഇത്തരമൊരു സംഭവം നടന്നിട്ട് അത് മൂടി വെക്കാനും ഒളിച്ചു വെക്കാനുമാണ് CPM-ന്റെ തന്നെ അധ്യാപകരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്നവർ പലരും CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയത്തിൽ ഉൾപ്പെട്ടവരാണ്. അവർ പലരും യോഗ്യതയില്ലാത്തവരാണ്, നിശ്ചിത യോഗ്യതയില്ലാത്തവരാണ്. പലരും അന്യ സംസ്ഥാനങ്ങളിലെ വെട്ടിക്കട യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യാജമായി സംഘടിപ്പിച്ച ഡിഗ്രികളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജോലിക്ക് കയറിയവരാണ്. വെറ്റിനറി സർവകലാശാല നടക്കുന്ന ഇത്തരം മുഴുവൻ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം. അത് കേരള പോലീസിനെ കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇന്ന് നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന സിദ്ധാർത്ഥിനെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി, കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥിനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് സിദ്ധാർത്ഥ് മോശക്കാരനായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി CPM ശ്രമം നടക്കുകയാണ്. നേരത്തെ നമുക്കറിയാം, ആത്മഹത്യ ചെയ്ത
കണ്ണൂരിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള ആ സംരംഭകന്റെ ഭാര്യയ്ക്ക് നേരെ ഏതു തരത്തിലുള്ള നുണപ്രചരണമാണ് ദേശാഭിമാനി നടത്തിയത് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. TP ചന്ദ്രശേഖരന്റെ പേരിൽ പെണ്ണ് കേസ് ആരോപിക്കാൻ ശ്രമമുണ്ടായി. അതുപോലെ തന്നെ നേരത്തെ തന്നെ നമുക്കറിയാം പമ്പ നദിയിൽ എറിഞ്ഞു കൊല്ലപ്പെട്ട കിം കരുണാകരൻ അടക്കമുള്ള നമ്മുടെ 3 ABVP പ്രവർത്തകർ മദ്യപിച്ച് പുഴയിൽ മുങ്ങി മരിച്ചതാണെന്ന് നിയമസഭയ്ക്കകത്തടക്കം പച്ചക്കള്ളം പറയാൻ മടി കാണിക്കാത്തവരാണ് ഈ CPM-കാർ. അതുകൊണ്ട് തന്നെ CPM ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് സുവ്യക്തമാണ്. കേരളത്തിലെ നീതിപീഠം അടക്കമുള്ളവർ, കേരളത്തിലെ സാംസ്കാരിക പ്രമുഖർ ഇവരെല്ലാവരും ഈ വിഷയത്തിൽ ഇടപെടണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ 130ഓളം കുട്ടികൾ ഇക്കാര്യത്തിൽ ദൃക്സാക്ഷികളായിട്ടുണ്ട്. പക്ഷേ ഒരാൾ പോലും വായ തുറക്കാൻ തയ്യാറില്ല. അവരെങ്ങനെ വായ തുറക്കാനാണ്? കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ പോലും SFI എന്ന് പറയുന്ന ഗുണ്ടാ സംഘത്തിന്റെ, നമ്മുടെ ഗവർണർ വിശേഷിപ്പിച്ച ബ്ലഡി ക്രിമിനൽസിന്റെ ഭീഷണിക്ക് മുന്നിൽ വായ തുറക്കാൻ തയ്യാറില്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ആ പാവപ്പെട്ട വിദ്യാർത്ഥികൾ വായ തുറന്ന് സാക്ഷി പറയുക? അത്രത്തോളം ഭീകരമായ അന്തരീക്ഷമാണ്. നഷ്ടപ്പെട്ടത് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയ്ക്കുമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇനിയുള്ള കാലം മരിക്കുന്നത് വരെ തങ്ങളുടെ മകനെ ഓർത്ത് വിലപിക്കാത്ത ഒരു ദിവസമെങ്കിലും ആ അച്ഛന്റെയും അമ്മയുടെയും ജീവിതത്തിൽ ബാക്കി ഉണ്ടാകുമോ? എങ്ങനെയാണ് ഈ കണ്ണീരിനൊക്കെ CPM കണക്ക് പറയാൻ പോകുന്നത്? ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളെ, പാവപ്പെട്ട തന്റെ മകനെ കഷ്ടപ്പെട്ട് പഠിക്കാനയച്ച രക്ഷിതാക്കളെ ഇങ്ങനെ വേദനയിലും കണ്ണീരിലും ആഴ്ത്തുന്ന ഇവരുടെ ഈ രാഷ്ട്രീയ പ്രവർത്തനം, ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം, ഇത് വാസ്തവത്തിൽ രാഷ്ട്രീയ പ്രവർത്തനമല്ല, മറിച്ച് ഭീകരവാദ പ്രവർത്തനമാണ്, തീവ്രവാദ പ്രവർത്തനമാണ്. അതിനെ ആ നിലയ്ക്ക് വേണം കൈകാര്യം ചെയ്യാൻ. യെസ്, വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ പ്രതികരിച്ചതിന്.